15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന്റെ 4ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 6 ചോദ്യങ്ങൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് സഭയിൽ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി, നഗരനയം രൂപീകരണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗം, അമൃത് പദ്ധതി, കൊച്ചി ജലമെട്രോ പദ്ധതി, അവയവമാറ്റ ശസ്ത്രക്രിയകൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംരംഭകത്വ വികസന പരിപാടിയിലൂടെ കേരളത്തിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 2500 സംരംഭങ്ങൾ തുടങ്ങാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 2500 സംരംഭങ്ങൾ തുടങ്ങാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംരംഭകരെ കൂടാതെ ഓരോ സ്ഥാപനത്തിൽ നിന്നും ശരാശരി 5 പേർക്ക് പ്രത്യക്ഷമായും 10 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി നഗരനയം രൂപീകരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്ന് മന്ത്രി എം പി രാജേഷൻ സഭയെ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി അടുത്തൊരു ദശകത്തിനുള്ളിൽ കേരളം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ നഗരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ നഗരം എന്ന നിലയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ ഒരു നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നൊരു നഗരമായിട്ട് കേരളം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള വലിയ വെല്ലുവിളികൾ അത് ഉയർത്തുന്നുണ്ട്, ഒപ്പം വലിയ സാധ്യതകളും അവസരങ്ങളും നൽകുന്നുണ്ട്. രണ്ടുമുണ്ട്. അത് രണ്ടും അഭിസംബോധന ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമഗ്രമായൊരു നയം ആവിഷ്കരിക്കാൻ ഈ ഗവൺമെന്റ് ആലോചിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യം അത്തരം ഒരു മുൻകൈയെടുത്തത്. കരൾ മാറ്റിവെക്കൽ അടക്കമുള്ള ശസ്ത്രക്രിയകൾ പൂർണ്ണമായി സൗജന്യമായിട്ടോ മിതമായ നിരക്കിലോ ചെയ്തു കൊടുക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ പറഞ്ഞതുപോലെ ഭീമമായ ചെലവ് സ്വകാര്യ വൻകിട ആശുപത്രികളിലാകുമ്പോൾ സൗജന്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ 10 ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ സർ ആദ്യത്തെ 5 പൂർണ്ണമായി സൗജന്യമായി ചെയ്തു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ഉള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യപ്പെടുന്നുണ്ട് സർ. ഈ 5 സൗജന്യമായി ചെയ്തത് കൂടാതെ സംസ്ഥാനത്ത് എവിടെ നടന്നാലും കാസ്പിലൂടെ പൂർണ്ണമായി സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. അതുകൂടാതെ സാമൂഹ്യനീതി വകുപ്പിന്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നു സർ. ഇതിലൊന്നും കവർ ചെയ്യപ്പെടാത്ത ചില ആളുകൾക്ക്, കാസ്പ് ഇല്ലാത്ത APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട് സർ. പൂർണ്ണമായി സൗജന്യമായിട്ടോ മിതമായ നിരക്കിലോ ഈ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. പയ്യന്നൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പയ്യന്നൂരിൽ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ ആരോപണ വിധേയനായ TI മധുസൂദനൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് സജീവ് ജോസഫും മറ്റ് 5 പേരുമാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചു, പരിക്കേൽപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവത്തെ സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് പറയാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുമ്പോൾ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യം എന്ന് പറഞ്ഞത്? P. നന്ദകുമാർ MLA അവതരിപ്പിച്ച ശ്രദ്ധക്ഷണിക്കലിന് മന്ത്രി V. ശിവൻകുട്ടി സഭയിൽ മറുപടി പറഞ്ഞു. രാജ്യത്ത് തൊഴിൽ മേഖലയിൽ നിലവിലുണ്ടായിരുന്ന സേവന വേതന വ്യവസ്ഥകൾ ലംഘിക്കുന്നതും തൊഴിൽ സുരക്ഷിതത്വം തകർക്കുന്നതുമായ 4 ലേബർ കോഡുകൾ പിൻവലിക്കുവാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് P. നന്ദകുമാർ MLA അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി മറുപടി നൽകി. കേരളം എല്ലായ്പ്പോഴും തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്. തൊഴിലാളികളുടെ വിയർപ്പിനർഹമായ കൂലിയും അന്തസ്സും ഉറപ്പാക്കുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളി വിരുദ്ധമായി കേന്ദ്ര നിയമം റദ്ദ് ചെയ്യുവാൻ ആവശ്യമായ എല്ലാ സമ്മർദ്ദങ്ങളും കേന്ദ്ര സർക്കാരിന്റെ മേൽ ചെലുത്തുമെന്നും സർക്കാരിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇന്ന് അവതരിപ്പിച്ച 6 സബ്മിഷനുകൾക്ക് അതത് മന്ത്രിമാർ സഭയിൽ മറുപടി നൽകി.
ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച ഇന്നും സഭയിൽ തുടർന്നു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നത്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം.